എല്ലാവർക്കും സ്വാഗതം. ചില ആപ്പുകളോ വെബ്സൈറ്റുകളോ ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഭയങ്കര എളുപ്പമായിട്ട് തോന്നാറില്ലേ? നമ്മൾ വിചാരിച്ച പോലെ തന്നെയെല്ലാം നടക്കുന്നു. അത് വെറുതെ സംഭവിക്കുന്ന ഒന്നല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല കിഡിലൻ പ്രൊഡക്ട്സിന്റെ ഒക്കെ പിന്നിൽ വ്യക്തമായൊരു ബ്ലൂ പ്രിന്റ് ഉണ്ട്. ഇന്ന് നമ്മൾ ആ ഒരു രഹസ്യമാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. ഒന്ന് ഓർത്തു നോക്കൂ, നിങ്ങൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ ഒരു ആപ്പ് തുറക്കുമ്പോൾ അത് നമ്മുടെ മനസ്സ് വായിച്ച പോലെ തോന്നും, അല്ലേ? നമ്മൾ എന്താണോ ചെയ്യാൻ വന്നത് അത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നു. ഒരു വെബ്സൈറ്റ് ആയാലും ശരി, ഒരു ATM മെഷീൻ ആയാലും ശരി, ചിലപ്പോൾ നമുക്ക് ഈ ഒരു ഫീൽ കിട്ടാറുണ്ട്. എന്തായിരിക്കും ഇതിനു പിന്നിലെ കാരണം? ഇതിനെ നമുക്ക് ഇങ്ങനെയൊന്ന് ചിന്തിച്ചു നോക്കാം. ഒരു നല്ല ഡിസൈൻ എന്ന് പറയുന്നത് ഒരു നേർരേഖ പോലെയാണ്. നമ്മൾ എങ്ങോട്ടാണോ പോകേണ്ടത് അങ്ങോട്ട് വേഗത്തിലും വളരെ വ്യക്തമായും എത്തിക്കുന്നു. പക്ഷെ ഒരു മോശം ഡിസൈൻ അങ്ങനെയല്ല. അത് കുരുക്കുകൾ നിറഞ്ഞ ഒരു വഴിയാണ്. നമ്മളെ കൺഫ്യൂഷനിലാക്കും, ഫ്രസ്ട്രേറ്റഡ് ആക്കും. അപ്പോ ഈ വ്യത്യാസം എവിടെയാണ് വരുന്നത്? അതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോ ഈ നല്ല ഡിസൈൻ എന്ന് പറയുന്നത് ഒരു മാജിക്കോ ഒന്നുമല്ല. ഇതൊരു കൃത്യമായ പ്രോസസ്സാണ്. എല്ലാം തുടങ്ങുന്നത് എവിടെയാണെന്നറിയോ? ഉപയോക്താവിനെ, അതായത് എന്നെയും നിങ്ങളെയും പോലുള്ള ആളുകളെ ശരിക്കും ആഴത്തിൽ മനസ്സിലാക്കുന്നതിൽ നിന്നാണ്. അപ്പോ എന്തൊക്കെയാണ് ആ സ്റ്റെപ്സ് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ? അപ്പോ ഒന്നാമത്തെ സ്റ്റെപ്പ് ഉപയോക്താവിനെ അറിയുക. ഏതൊരു നല്ല പ്രോഡക്റ്റിന്റെയും തുടക്കം ആരാണിത് ഉപയോഗിക്കാൻ പോകുന്നത് എന്ന ഒറ്റ ചോദ്യത്തിൽ നിന്നാണ്. ടെക്നോളജിയല്ല, മനുഷ്യനാണ് ഇവിടുത്തെ മെയിൻ. ഇതിനുവേണ്ടി ഡിസൈനർമാർ ഉപയോഗിക്കുന്ന ഒരു കിടിലൻ ടൂളുണ്ട്. അതാണ് പേഴ്സോണ. സംഭവം സിമ്പിളാണ്. യഥാർത്ഥ യൂസേഴ്സിനെ പ്രതിനിധീകരിക്കുന്ന ഒരു സാങ്കൽപ്പിക പ്രൊഫൈൽ. അതായത് ലക്ഷക്കണക്കിന് ആളുകളെപ്പറ്റി ഒന്നിച്ച് ചിന്തിക്കുന്നതിന് പകരം ഒരാളുടെ ആവശ്യങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ ഇത് സഹായിക്കും. ഐഡിയ കിട്ടിയോ? ഈ ഐഡിയ കുറച്ചുകൂടി ക്ലിയറാക്കാൻ നമുക്കൊരു ഉദാഹരണം നോക്കാം, അല്ലേ? ഇതാണ് അരുൺ. ഒരു ATM സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ പരിഗണിക്കേണ്ടത് അരുണിനെ പോലെ ഒരാളെയാണ്. ഈ ടേബിളിലേക്ക് ഒന്ന് നോക്കൂ. അരുൺ കുമാർ 20 വയസ്സുള്ളൊരു സ്റ്റുഡന്റാണ്. അവന്റെ ലക്ഷ്യമെന്താ? വേഗത്തില് പണം പിൻവലിക്കണം. അവന്റെ പ്രശ്നമോ? നീണ്ട മെനുകളൊന്നും ഇഷ്ടമല്ല. പിന്നെ അവന്റെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാല് എപ്പോഴും തിരക്കിലായിരിക്കും. ഈ ഓരോ പോയിന്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. തിരക്കിലാണ്, നീണ്ട മെനുകൾ ഇഷ്ടമല്ല, ഇങ്ങനെയുള്ള ചെറിയ വിവരങ്ങൾ പോലും ഒരു ATM സ്ക്രീൻ എങ്ങനെ ഡിസൈൻ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കും. അപ്പോ അടുത്ത സ്റ്റെപ്പ്, അവരുടെ കഥ പറയുക. അരുൺ ആരാണെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. പക്ഷേ അവൻ നമ്മുടെ ഈ ATM വെച്ച് എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നത്? അതാണ് നമ്മൾ അടുത്തതായി കണ്ടുപിടിക്കേണ്ടത്. അപ്പോ അരുൺ ATMന് മുന്നിൽ നിൽക്കുകയാണ്. അവന്റെ ലക്ഷ്യമെന്താണ്? അതിനുവേണ്ടി അവൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? ഈ ചോദ്യങ്ങളാണ് നമ്മളെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ ഒരു സ്റ്റെപ്പിനെയാണ് നമ്മൾ സിനാരിയോ എന്ന് പറയുന്നത്. വളരെ സിമ്പിളായി പറഞ്ഞാൽ, നമ്മുടെ യൂസർ തന്റെ ലക്ഷ്യം നേടാനായി എന്ത് ചെയ്യുന്നു എന്നതിന്റെ ഒരു കുഞ്ഞു കഥയാണിത്. ഇതാണ് അരുണന്റെ കഥ. വളരെ ലളിതമാണല്ലേ? അവൻ ATMൽ വരുന്നു, കുറച്ച് സ്റ്റെപ്പുകൾ ചെയ്യുന്നു, പണമെടുത്തു പോകുന്നു. ഈ കഥയ്ക്കുള്ളിലാണ് നമ്മുടെ ഡിസൈനിനാവശ്യമായ ഒരുപാട് വിവരങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ ആ സിമ്പിൾ കഥയെ കുറച്ച് സ്റ്റെപ്പുകളായിട്ട് മാറ്റുകയാണ്. ലോഗിൻ ചെയ്യുന്നു, ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നു, തുക നൽകുന്നു, അവസാനം പണവും വാങ്ങിപ്പോകുന്നു. കണ്ടോ? ഒരു കഥ ഇപ്പോൾ ഒരു പ്രവർത്തന പദ്ധതിയായി മാറി. അപ്പോ മൂന്നാമത്തെ സ്റ്റെപ്പ്, ഫീച്ചറുകൾ നിർമ്മിക്കുക. യൂസർ ആരാണെന്നും അവരെന്ത് ചെയ്യുമെന്നും നമുക്കിപ്പോൾ അറിയാം. ഇനി ആ ലക്ഷ്യങ്ങൾ നേടാൻ അവരെ സഹായിക്കുന്ന ടൂൾസ്, അതായത് ഫീച്ചറുകൾ നിർമ്മിക്കണം. ഇതിനെയാണ് ഫീച്ചർ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ അരുണിന്റെ കഥയിൽ നിന്നും ആവശ്യങ്ങളിൽ നിന്നും സിസ്റ്റത്തിനു വേണ്ട ഫീച്ചേഴ്സ് നേരിട്ട് കണ്ടുപിടിക്കുകയാണ്. ഇവിടെ ഊഹങ്ങൾക്കൊന്നും ഒരു സ്ഥാനവുമില്ല. എല്ലാം യൂസറിന്റെ ആവശ്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. നമുക്ക് അരുണിന്റെ ആവശ്യങ്ങൾ ഒന്നുകൂടി ഓർക്കാം. വേഗത വേണം, എളുപ്പത്തിൽ ബാലൻസ് അറിയണം, പിന്നെ സ്റ്റെപ്പുകൾ വളരെ കുറവായിരിക്കണം. ഇതൊക്കെയാണ് നമ്മുടെ ഡിസൈനിന്റെ അടിസ്ഥാനം. ഇതാണ് ഈ പ്രോസസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. നോക്കൂ, ഇടതുവശത്ത് അരുണിന്റെ ആവശ്യം, വേഗത്തിൽ പണം പിൻവലിക്കണം. വലതുവശത്തെന്താ? സിസ്റ്റത്തിന്റെ ഫീച്ചർ, ഫാസ്റ്റ് ക്യാഷ് വിഡ്രോവൽ. ഓരോ ആവശ്യവും എങ്ങനെയാണ് ഒരു ഫീച്ചറായി മാറുന്നതെന്ന് കണ്ടില്ലേ? ഇങ്ങനെയാണ് നല്ല പ്രോഡക്ട്സ് ഉണ്ടാകുന്നത്. അപ്പോ എന്താണ് മികച്ച ഡിസൈനിന്റെ ബ്ലൂ പ്രിന്റ്? നമുക്കൊന്ന് ചുരുക്കി നോക്കാം. മികച്ച ഡിസൈനിന്റെ ബ്ലൂ പ്രിന്റ് വളരെ സിമ്പിളാണ്. ആദ്യം ആര്, അതായത് WHO, നമ്മുടെ യൂസർ ആരാണെന്ന് പേഴ്സോണയിലൂടെ മനസ്സിലാക്കുന്നു. അതിനുശേഷം എങ്ങനെ, അതായത് ഹൗ,
അവര് നമ്മുടെ സിസ്റ്റം ഉപയോഗിക്കുമെന്ന് സിനാരിയോയിലൂടെ കണ്ടെത്തുന്നു. അവസാനമായി അവരുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ എന്ത്, അതായത് വാട്ട് ഫീച്ചറുകൾ വേണമെന്ന് തീരുമാനിക്കുന്നു. ഹൂ, ഹൗ, വാട്ട് ഇതാണ് ആ രഹസ്യം. അപ്പോ ഇനി അടുത്ത തവണ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ആപ്പ് ഉപയോഗിക്കുമ്പോൾ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇതാർക്കു വേണ്ടിയായിരിക്കും ഉണ്ടാക്കിയത്? ഇതിന് പിന്നിലുള്ള അരുൺ ആരായിരിക്കും? ഈയൊരു ചിന്ത നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സിനെ ഒരു പുതിയ കണ്ണിലൂടെ കാണാൻ നിങ്ങളെ സഹായിക്കും. ഉറപ്പാണ്. അപ്പോൾ വീണ്ടും കാണാം.